മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 22 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്, യോഹന്നാൻ്റെ അരികിലേക്ക് അവൻ്റെ ശിഷ്യന്മാർ കടന്നു വന്നിട്ട് പറയുകയാണ്, നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ ഇപ്പോൾ ഇവിടെ സ്നാനം നൽകുന്നു, എല്ലാവരും അവൻ്റെ അരികിലേക്ക് പോവുകയാണ്. അവരൻ്റെ വളർച്ചയെ അംഗീകരിക്കാനും സ്വീകരിക്കാനും പറ്റാത്ത കുറേ ആളുകളാണ് യോഹന്നാൻ്റെ അരികിൽ ചെന്ന് ഈ കാര്യം പറയുക. നമ്മുടെ ജീവിതത്തെ നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവരൻ്റെ വളർച്ചയെ അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവൻ്റെ വളർച്ചയെ അംഗീകരിക്കാൻ സാധിക്കാത്തവൻ ദൈവകൃപ സ്വീകരിച്ചിട്ടില്ലാത്തവനാണ്. അവന് ദൈവഹൃദയത്തിൽ സ്ഥാനമില്ല. കാരണം ദൈവം അവരനെ വളർത്തുന്നവനും സ്നേഹിക്കുന്നവനുമാണ്. ആ ദൈവ സ്വഭാവം ആരൊക്കെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നോ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമുക്ക് പരിശോധിച്ച് നോക്കാം. എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള എൻ്റെ സഹോദരങ്ങളുടെ, എൻ്റെ അയൽവക്കക്കാരുടെ, കൂടെ ജോലി ചെയ്യുന്നവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും എനിക്ക് അസൂയയുണ്ടോ? അസൂയ ഉണ്ടെങ്കിൽ ആ അസൂയയെ മാറ്റി ആ വളർച്ചയെ അംഗീകരിക്കാനായിട്ട് തയ്യാറായാൽ ദൈവഹൃദയത്തിൽ നിനക്ക് സ്ഥാനം ലഭിക്കും. ഇത് കേട്ടപ്പോൾ യോഹന്നാൻ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ളവൻ്റെ വാക്കായത്. ഈ വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരട്ടെ. ഈ വചനത്തിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം എല്ലാവർക്കും എല്ലാ അവസരങ്ങളും നൽകുന്നുണ്ട്. ദൈവം നൽകുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ ദൈവം തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന് വേണ്ടത്ര അവസരങ്ങൾ ദൈവം തരുന്നുണ്ട്. എല്ലാ വഴികളിലും ദൈവം നമുക്ക് അവസരം തരുന്നുണ്ട്. ആത്മീയ ജീവിതത്തിൽ ദൈവം നമുക്ക് അവസരം തരുന്നുണ്ട്. കുറവുകൾ ഉണ്ടാകുമ്പോൾ ആ കുറവിൽ നിന്ന് നന്മയിലേക്ക് വരാനായിട്ട്, പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വരാനായിട്ട്, കൂടുതൽ പ്രാർത്ഥനാ ചൈതന്യത്തിലേക്ക് വരാനായിട്ടുള്ള അവസരം ദൈവം നമുക്ക് ഓരോ നിമിഷവും തരുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഭൗതിക മേഖലകളിൽ ദൈവം നമുക്ക് അവസരങ്ങൾ തരുന്നുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കഴിവും പ്രാപ്തിയും തരുന്നുണ്ട്. പല കാര്യങ്ങൾ ചെയ്യാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നു വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം അവസരങ്ങൾ നൽകുന്നവനാണ്. അത് പ്രയോജനപ്പെടുത്തേണ്ടത് നാം ആണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുക. 30-ാമത് തിരുവചനത്തിൽ യോഹന്നാൻ പറയുകയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ദൈവം അവനെ ഏൽപ്പിച്ചത് ഇതാ. ഈശോയ്ക്ക് വേണ്ടി യോഹന്നാൻ കുറഞ്ഞുകൊണ്ടിരിക്കണം. അവന് വെറും വഴികാട്ടിയായി തീരണം. ദൈവം ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം പൂർണ്ണതയിൽ യോഹന്നാൻ നിർവഹിക്കുക. നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണതയോടെ നിർവഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിച്ചിട്ടുണ്ടോ? നമ്മൾ പരിശോധിച്ച് നോക്കണം. കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കാനും ദൈവം നൽകിയതിനെ സ്നേഹത്തോടെ പൂർണ്ണതയിൽ നിർവഹിച്ചുകൊണ്ട് ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി കൃപ യാചിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ജീവിത വഴികളിൽ അങ്ങ് ഇവരെ സഹായിക്കണമേ. അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. കുറവുകളെ നീക്കണമേ. ഈശോയെ ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.